എന്തായാലും നിന്റെ മുഖത്ത് ഇപ്പൊ കാണുന്ന ഈ സന്തോഷമുണ്ടല്ലോ, ആ ചിരിയുണ്ടല്ലോ, ഹൗ അത് കണ്ടോടെ എനിക്ക് സമാധാനമായി. കരുണയില്ലാത്ത നിക്കടി അവിടെ. എന്റെ മോളോടാ, ഇളയ മോള് നിന്റെ മരുമോളെ ശല്യം ചെയ്യുന്ന ഒരുത്തിയാ. ശരിതാ, അപ്പൊ ഇനി എല്ലാം പറഞ്ഞ പോലെ ഇനി വെറുതെ എന്റെ മുമ്പിൽ ഒന്നൊന്ന് മോങ്ങരുത്. പറഞ്ഞതെല്ലാം ഞാൻ സാധിച്ചു തന്നിട്ടുണ്ട്. മുത്തശ്ശി, എന്തു പറ്റി മോളെ? അത് പിന്നെ മുത്തശ്ശി അവിടെ കിടന്നാ മതി, എനിക്ക് പറ്റില്ല. അതെന്താ, മോൾക്കും പേടിയായോ? പേടിച്ചിട്ടൊന്നും അല്ല മുത്തശ്ശി. പിന്നെ മുത്തശ്ശി പറഞ്ഞു ശരിയാ. പിച്ചും പേയും പറഞ്ഞോണ്ടിരിക്ക, ആരെയോ കണ്ടിട്ടെന്ന പോലെ സംസാരിച്ചോണ്ടിരിക്ക. അതൊക്കെ കേട്ടോണ്ട് എങ്ങനെ കിടന്നുറങ്ങാനാ? മോളെ, അവനെ ആ വിശ്വനാഥനോടാ സംസാരിക്കുന്നേ. ആരോടായാലും ശരി, അത് കേട്ടോണ്ട് കിടന്നാ ഉറക്കം വരത്തില്ല. ഇനി രാത്രിയിൽ അവൻ ഉറങ്ങത്തില്ല മോളെ. ഒരു 2-3 മണി വരെ ഒരേ സംസാരമാ. അവന്റെ അടുത്ത് തന്നെയുണ്ട് ആ വിശ്വനാഥൻ. ഞാൻ ആ മുറിക്കകത്ത് കിടന്നാലേ ചിലപ്പോ അവൻ എന്റെ ദേഹത്ത് കയറും. അതുകൊണ്ടാ മോളോട് അവിടെ പോയി കിടക്കാൻ പറഞ്ഞു. അപ്പോ എന്റെ ദേഹത്തോട്ട് കേറിക്കോട്ടെ എന്നല്ലേ? മോൾക്ക് പേടിയൊന്നും ഇല്ലാത്തോണ്ട് മോളുടെ ദേഹത്ത് കയറാൻ സാധ്യതയില്ല. ഈ പേടിക്കുന്നവരെയാണ് പ്രേതങ്ങളൊക്കെ ശല്യം ചെയ്യുന്നത്. അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ശല്യം ചെയ്യും. മോളെ, എന്റെയും പ്രതാപന്റെയും ഒക്കെ ഒരേ നാളാ. ഞങ്ങളുടെ നാളുകാരെയാണ് സാധാരണ ഈ ആത്മാക്കളൊക്കെ ശല്യം ചെയ്യുന്നത്. മോളുടെ നാളുകാരുടെ പിന്നാലെ ആത്മാക്കൾ വരില്ല. അങ്ങനൊരു വിശ്വാസമൊന്നും എനിക്കില്ല. ഞാൻ ആ മുറിയിൽ കിടന്നാലേ നാളെ രാവിലെ ഞാൻ ജീവനോട് കാണുന്നു പോലും എനിക്ക് ഉറപ്പില്ല. അയ്യോ, അത് തന്നെ എന്റെ പേടി. മുത്തശ്ശി എന്തിനാ ഇനി പേടിക്കുന്നേ? മുത്തശ്ശിക്ക് 10-75 വയസ്സായില്ലേ? അയ്യടാ, അത് കൊള്ളാം. അപ്പൊ ഞാനങ്ങ് ചത്തോട്ടെ എന്നല്ലേ എന്നാണോ ഞാൻ പറഞ്ഞേ? ചേടാ, ഇവനെ ഒറ്റയ്ക്ക് കിടത്താനും പറ്റത്തില്ലല്ലോ. അങ്ങനെയാണെങ്കിലേ അവൻ ചിലപ്പം ഡോറ് തുറന്ന് പുറത്തോട്ട് പോയി കളയും. പിന്നെ അതിന്റെ പിന്നാലെ നമ്മൾ പോണം. നീ പുറത്തുനിന്ന് കുറ്റിയിടാന്ന് വെച്ചാ ചിലപ്പോ പുറത്തിറങ്ങാൻ വേണ്ടി ഡോറ് ചവിട്ടി പൊളിച്ചു കളയും. സത്യം പറഞ്ഞ ഇതൊരു സാധാരണ വീടല്ല, ഇതൊരു പ്രേതാലയവാ. ഇനിയിപ്പോ നമ്മളെങ്ങാനും പ്രേതങ്ങളായി പോകുമെന്നാ എന്റെ പേടി. അയ്യോ, മോളെന്താ എന്നെ സൂക്ഷിച്ചു നോക്കുന്നേ? ഒന്നുമില്ല. എന്റെ ദേഹത്ത് ആത്മാക്കളൊന്നുമില്ല, ഇതുവരെ ഇല്ല. എന്നാലും മുത്തശ്ശി അങ്ങോട്ട് ചെല്ല്. അയ്യോ, ഞാനങ്ങ് പോകത്തില്ല. ചെല്ല് ചെല്ല്, അച്ഛനോട് ഒറ്റയ്ക്കാ. എന്റെ ദേഹത്ത് പ്രേതമില്ല. മുത്തശ്ശി പോ, സാരല്ല പോ. എടി, ഞാൻ പറയുന്നതൊന്ന് കേക്കടി. മുത്തശ്ശി ചെല്ലാൻ. തള്ളല്ലേ, ഞാൻ വീഴും. അയ്യോ, കൊച്ചുമോള് കൊള്ളാം, മോനും കൊള്ളാം. എന്തായാലും അവന്റെ മുറി എനിക്കിനി കിടക്കാൻ പറ്റത്തില്ല. പുറത്തൊന്ന് കുറ്റിയിടാം. അവൻ കഥക് ചവിട്ടി പൊളിക്കുന്നെങ്കിൽ പൊളിക്കട്ടെ. മഹി, ദേ രാവിലെ നടന്നിട്ട് വന്നിരിക്ക ലേഖയായിട്ട്. ആഹാ, നടക്കാനൊക്കെ പോയോ?
ചെറുതായിട്ട് നടക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുക. 5:05 എഴുന്നേറ്റു. എന്നിട്ട് വീടിന്റെ ഫ്രണ്ടിലുള്ള റോഡിലൂടെ 4-5 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അത് നന്നായി. ലേഖ പിന്നെ അതൊക്കെ ചെയ്യിക്കുമല്ലോ. ഇടയ്ക്കൊരു കോള് വന്നിരുന്നു. പരിചയമില്ലാത്ത നമ്പരീന്നാ. ഇനിയിപ്പോ നിന്റെ രണ്ടാനച്ഛനെ മറ്റോ ആണോ വിളിച്ചത്? അങ്ങേർക്ക് 2 നമ്പർ ഇല്ലല്ലോ കണ്ണേട്ടാ. എന്നാലും ഇപ്പോഴെനിക്ക് സംശയമുണ്ട്. അയാൾക്ക് എന്തോ എന്നോട് പറയാനുണ്ടെന്ന്. അമ്മ വരുന്നു. അയ്യോ, സംസാരത്തിനിടയിൽ സ്ഥലകാല ബോധം ഇല്ലാതായിപ്പോയി. എന്നെ ഇങ്ങനെ കണ്ട തീർന്നത് തന്നെ. ഇവനിതെവിടെ പോയി? കണ്ണാ, 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 കണ്ണാ. വീൽ ചെയറില്ലാതെ ഇവനിത് എങ്ങോട്ടാ പോയത്? എടാ മോനെ, എടാ എടാ, അവനെ ആ മുറിയിൽ എങ്ങും കാണുന്നില്ല. അവന്റെ വീൽ ചെയർ ആണെങ്കിൽ അവിടെ തന്നെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വാഷ്റൂമിലോ മറ്റോ പോയതാണോ? എടാ, വാഷ്റൂമിലും വീൽ ചെയർ ഇല്ലാതെ പോകാൻ പറ്റുമോ? കണ്ടില്ലേ വീൽ ചെയർ? എന്നെ ഒന്ന് പിടിച്ചെഴുന്നേപ്പിക്ക. അയ്യോ, എനിക്ക് വയ്യ. അയ്യോ, ഉണ്ണി, കണ്ണാ. അയ്യോ, എടാ മോനെ, നീ എപ്പോഴാടാ ഇവിടെ വീണേ? ചോദ്യങ്ങൾ ചോദിക്കാതെ ഒന്ന് പിടിച്ചെഴുന്നേപ്പിക്കും ഉണ്ണി. ഉണ്ണി പിടിക്കടാ. പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ഇപ്പൊ ആൾക്കാരുണ്ടല്ലോ, അവരെ വിളിക്കും. എടാ എടാ ഉണ്ണി, ഉണ്ണി, എടാ ഉണ്ണി. മോനെ, എനിക്ക് പതുക്കെ.
രാവിലെ ചായ ആയിട്ട് ഞാൻ വന്ന് നോക്കിയപ്പോ നിന്നെ കാണാനില്ലായിരുന്നല്ലോ. പക്ഷെ നീ വിളി കേട്ടതുമില്ല. കട്ടിലിൽ നിന്ന് താഴെ വീണത് ഓർമ്മയുള്ളൂ. പിന്നെന്താ സംഭവിച്ചെന്നറിയില്ല. ബോധം പോയെന്നാ തോന്നുന്നേ. എടാ മോനെ, തലയ്ക്കെന്തെങ്കിലും കുഴപ്പമല്ലോ ഉണ്ടോ? നല്ല വേദനയുണ്ട്. മുഴച്ചിട്ടില്ല. ഓ, എന്നാലും അമ്മയുടെ മോന്റെ നിലപാട് കൊള്ളാം കേട്ടോ. മനുഷ്യത്വം ഇല്ലാത്തവരോട് മനുഷ്യത്വം കാണിക്കേണ്ട കാര്യമില്ല. അവനെ വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഇവിടുന്ന് പുറത്താക്കാം. അയ്യോ. പിന്നെ ഞാനതിന് തുനിയാത്തത് മറ്റു പല മുഖങ്ങളും ഓർത്തിട്ടാ. എന്റെ ഭാര്യയുടെ അനിയത്തിയാണല്ലോ അവൻ കെട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്. എടാ മോനെ, അവനെ ജോലിന്ന് പറഞ്ഞു വിട്ടതോടെ അവനാകെ മനം മടുത്ത് നടക്കുവാടാ. മനം മടുത്ത് നടക്കുന്നവന് മാസം എണ്ണി കൊടുക്കുന്നുണ്ടല്ലോ. അത്രയും കരുണ കാട്ടുന്ന അവന്റെ ഏട്ടനൊന്ന് വീണ് കിടക്കുമ്പോ എന്റെ കൈപിടിച്ച് ഉയർത്താനുള്ള മനസ്സുപോലും അവനില്ല. അങ്ങനെ ഒരുത്തനെയാ ഞാനായിട്ട് തീറ്റിപ്പോറ്റുന്നത്. എന്നാലും എന്റെ കണ്ണാ, ഞാൻ ഈ മുറിയിൽ വന്ന ശേഷേ ഞാൻ ഇവിടെയൊക്കെ നോക്കിയതാ. അപ്പോഴെങ്ങും നിന്നെ ഇവിടെ കണ്ടില്ലായിരുന്നല്ലോ. എന്നാ അമ്മ വന്ന ശേഷം ഞാൻ മാഞ്ഞു പോയി കാണും. ദേ, ഞാൻ ചായ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കുടിക്കാവോ? ഇതിനകത്തെ വിഷം ഒന്നും കലർത്തിയിട്ടില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും സംശയം നിനക്കുണ്ടെങ്കിലേ അതങ്ങ് കളഞ്ഞേക്ക്. അതിനൊക്കെ മനസ്സുള്ള കൂട്ടത്തിലാണ് അമ്മയും അനിയനെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ഇനി എന്നെ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ചോദിക്കാനും പറയാൻ ആളുണ്ട്. ഇനി മുന്നോട്ട് ജീവിതം വേണ്ടെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ തലതിരിഞ്ഞ് പ്രവൃത്തികൾ ചെയ്യാൻ പാടുള്ളൂ. എടാ, നിനക്കിപ്പ രാവിലെ ഞാനൊരു ചായ ഉണ്ടാക്കി കൊണ്ടുവന്നത് അത്ര വലിയ തെറ്റായി പോയോ? ചായ കൊണ്ടുവരുന്നത് സ്നേഹത്തോടല്ലാന്നറിയാം. അതിനോടൊപ്പം വേണ്ടാത്ത പണി കാണിക്കരുതെന്നേ ഞാൻ പറഞ്ഞോളൂ. എന്തായാലും വീൽ ചെയറിയിരിക്കുന്ന ഏട്ടൻ വീണ് കിടന്നാലും മരിക്കാൻ കിടന്നാലും അത് നോക്കി ആസ്വദിച്ചിട്ട് പോകുന്നവനാണ് എന്റെ അനിയനെന്ന് അവൻ തന്നെ എനിക്കിന്ന് ബോധ്യപ്പെടുത്തി തന്നു. അല്ലെങ്കിലും അതൊന്നും അവനിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഏട്ടനെ കത്തിച്ചു കളഞ്ഞിട്ട് ഏട്ടന്റെ സമ്പാദ്യം മുഴുവൻ വിഴുങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന കൂടപ്പിറപ്പാ അമ്മയുടെ പുന്നാരമോൻ. ഇനിയിപ്പോ ജീവനോട് ഉണ്ടായാലും ശരി ഇല്ലെങ്കിലും ശരി അവൻ ആശിക്കുന്ന ഒന്നും കിട്ടാൻ പോകുന്നില്ല. മനുഷ്യനെ സ്നേഹിക്കാതെ സ്വത്തിനെയും പണത്തിനെയും മാത്രം സ്നേഹിക്കുന്ന അമ്മയുടെ മോനുണ്ടല്ലോ, അമ്മയുടെ അവശതയിൽ പോലും കൂടെ കാണില്ല. മരണക്കിടക്കെ കിടക്കുമ്പോ പോലും ഒരു തുള്ളി വെള്ളം അവൻ വായിലേക്ക് ഒഴിച്ചു തരുമെന്ന് അമ്മ പ്രതീക്ഷിക്കാൻ വേണ്ട. അതിപ്പോ അവനെന്നല്ല, നീ ഒഴിച്ചു തരത്തില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ കാര്യം വിട്. പക്ഷേ അങ്ങനൊരവസ്ഥ അമ്മയ്ക്ക് വന്നാൽ ഒരു മടിയും കൂടാതെ അമ്മയെ നോക്കാൻ ആവേശത്തോടെ വരുന്ന ഒരാളുണ്ട്. ഈ വീട്ടിൽ നിൽക്കാൻ അവകാശമുണ്ടായിട്ടും നിങ്ങളെയൊക്കെ ഭയന്ന അനന്തുവിന്റെ വീട്ടിൽ നിൽക്കുന്ന ഈ വീട്ടിലെ മൂത്ത മരുമകൾ. ഞാൻ പറഞ്ഞത് വെറും വാക്കായിട്ട് എടുക്കണ്ട. കരുണയുണ്ണിയും അമ്മ വാർദ്ധക്യം വന്ന് നരകയാതന അനുഭവിക്കുമ്പോ അമ്മയൊന്ന് തിരിഞ്ഞു നോക്കുന്ന അമ്മ പ്രതീക്ഷിക്കണ്ട. ആ അവസ്ഥയിലേക്ക് എത്തുന്നതിന് മുമ്പേ എന്നെ അങ്ങ് വിളിക്കണേന്നാ എന്റെ പ്രാർത്ഥന. അല്ലെങ്കിൽ തന്നെ ജീവിതം മടുത്ത് നടക്കുക. എന്തായാലും ചായ കുടിച്ചല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവിടുന്നൊന്നും കഴിക്കുകയും കുടിക്കുകയും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടാവും നിന്റെ കെട്ടിയോള്. വയസ്സാം കാലത്തെ എന്റെ കാര്യമൊന്നും അവള് നോക്കണ്ട. നിന്നെങ്കിലും അവള് നോക്കിയാ മതി, അത്രയും നല്ലത്. കുടിക്ക്. എന്തായാലും രക്ഷപ്പെട്ടു. നീ എന്ത് പണിയാടായി കാണിച്ചത്? അവൻ വീണ് കിടന്നപ്പോ നീ എന്താടാ അവനെ പിടിച്ചെഴുന്നേൽപ്പിക്കാതെ? അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അമ്മ പിടിച്ചെഴുന്നേൽപ്പിച്ചല്ലോ, അത് മതി. എടാ, ഇങ്ങനെ പോയി കഴിഞ്ഞാലേ നിന്നെ അവൻ ഇവിടുന്ന് പുറത്താക്കുവേ. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ പുറത്താക്കിയത് പോലെയല്ലേ. പിന്നെ ഇനി അയാൾ പുറത്താക്കാൻ എന്താ? എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല. എന്നാലും അയാൾ വീണ് കിടക്കുമ്പോ അയാൾക്ക് താങ്ങുന്നുണ്ടല്ലേ ഞാൻ ഉണ്ടാവില്ല. എടാ, എന്നാ അവനും കൂടെ അങ്ങ് തീരുമാനിച്ചാലോ?
അവൻ പറയുന്നതേ ഇപ്പൊ നിനക്ക് ജോലി ഇല്ലാതെ തന്നെ ശമ്പളം തരുന്നില്ലേന്ന്. അതുകൂടെ അങ്ങ് നിർത്തിക്കളഞ്ഞാലോ? നിർത്തിക്കളഞ്ഞാലേ അയാളെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോയി കിടക്കും. എടാ ഉണ്ണി, ദേ നയപരമായിട്ട് നിൽക്കുവാണെങ്കിലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചെടുക്കാം. അല്ലാതെ യുദ്ധം ചെയ്യാനാണ് തീരുമാനമെങ്കിൽ നമുക്ക് നഷ്ടങ്ങളെ ഉണ്ടാവത്തുള്ളൂ. ഇപ്പൊ പിന്നെ ലാഭമാണോ അയാൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? എന്ത് നേട്ടാ അയാൾ നമുക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്നത്? ജീവിതം മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞില്ലേ? ഓരോന്ന് ആലോചിക്കുമ്പോ എന്റെ അമ്മയച്ചനെ പോലെ തലയ്ക്ക് വെളിവില്ലാതാവുക. അതിന്റെ കൂടെയാ 7-ാം മാസം ഇവിടെ വെച്ച് നടത്താൻ പോകുന്നത്. അന്ന് എന്ത് ചെയ്യണമെന്നാ ഞാൻ ആലോചിക്കുന്നത്. അയാളിപ്പോ അവളെ കൊണ്ടുപോയി അയാളുടെ കൂട്ടുകാരുടെ വീട്ടിലല്ലേ നിർത്തിയിരിക്കുന്നത്. പിന്നെ അവിടെ വെച്ച് നടത്തിയാ പോരെ? എന്തിനാ വെറുതെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത്? എടാ, ഇത് അവന്റെ വീടാടാ. ഇവിടെ വെച്ച് അവൻ എന്ത് ചെയ്താലും നമുക്ക് എതിർക്കാൻ പറ്റുമോ? അന്നേ ദിവസം ആ ചടങ്ങ് എങ്ങനെയും മുടക്കാൻ പറ്റുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. എടാ ദേ, നീ വേണ്ടാത്ത കാര്യങ്ങൾക്കൊന്നും നിൽക്കല്ലേ. അങ്ങനെ പോയപ്പോഴൊക്കെ നമുക്ക് തിരിച്ചടികളെ കിട്ടിയിട്ടുള്ളൂ. ഒരുത്തൻ കോമയിലായി കിടക്കുക, അവന്റെ അച്ഛനും കിട്ടി തിരിച്ചടി. അത് മാത്രോ, ഇപ്പൊ കരുണയുടെ അച്ഛനും ഭ്രാന്തെടുത്ത് ഓടുകയല്ലേ. എടാ, ദൈവം നമ്മുടെ കൂടെ അല്ല, അത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. അങ്ങനെയെങ്കിൽ ആ ദൈവത്തോട് പോലും എനിക്ക് വെറുപ്പാമേ. ഓ എടാ, നിന്നോട് വെറുതെ സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. ശ്ശേ. എടാ, ഞാൻ ആ മുറിയിലേക്ക് ചെന്നപ്പോഴേ അവനെ കാണാനില്ലായിരുന്നു. അവൻ കട്ടിലിന്റെ സൈഡിൽ വീണ് കിടന്നിരുന്നെങ്കിൽ അവനെ ഞാൻ കാണേണ്ടതായിരുന്നു. ഇനി ആ സമയത്ത് ഞാൻ അങ്ങോട്ട് നോക്കിയില്ലേന്ന് പിടികിട്ടുന്നില്ല. അവൻ താഴെ വീണപ്പോ ബോധം പോയെന്നൊക്കെയാ പറയുന്നത്. പക്ഷേ എനിക്കെന്തോ ഒരു വിശ്വാസക്കുറവ് പോലെ. പിന്നെ അയാൾ എങ്ങോട്ട് പോയതാ? അതാ ഞാനും ആലോചിക്കുന്നത്. ഇനിയിപ്പോ അവൻ പറയുന്നതല്ലേ വിശ്വസിക്കാൻ പറ്റൂ. അവിടെ എന്തായിന്ന് അറിയില്ലല്ലോ. എനിക്കൊന്ന് വിളിക്കണമെന്നുണ്ട്. കണ്ണേട്ടൻ ഇങ്ങോട്ട് വിളിക്കട്ടെ. ലേഖേ, ദേ കണ്ണേട്ടൻ വിളിക്കുന്നു. ഹലോ കണ്ണേട്ട, എന്തായി? ഞാൻ ഒരു അബദ്ധം കാണിച്ചു. മഹിയോട് സംസാരിച്ച് പുറത്തേക്ക് നടന്നുപോയി. ഭാഗ്യത്തിന് മുറിയിലേക്ക് വന്ന എന്റെ രണ്ടാനമ്മ കണ്ടില്ല. സൂക്ഷിക്കണ്ടേ കണ്ണേട്ടാ? ചില നേരത്ത് നമ്മൾ അതൊന്നും ഓർക്കത്തില്ലല്ലോ. ശരിക്കും ഞാൻ ഭയന്നുപോയി. പിന്നെ എങ്ങനെയാ രക്ഷപ്പെട്ടത്? എന്നെ കാണാനില്ലെന്ന് പറഞ്ഞ് ഉണ്ണിയുടെ അടുത്തേക്ക് പോയ തക്കത്തിന് ഞാൻ അകത്ത് കിടന്നു. അമ്മ വന്നപ്പോ ഞാൻ കട്ടിലിന് താഴെ കിടന്നു. കട്ടിലിൽ നിന്ന് വീണെന്ന് പറഞ്ഞ് ഒരുമാതിരി കാര്യങ്ങൾ പറഞ്ഞ് ഒപ്പിച്ചു എന്ന് പറയാം. അവിടെ ആർക്കെങ്കിലും സംശയമുണ്ടോ? അറിയില്ല. സംശയിക്കുന്നെങ്കിൽ സംശയിക്കട്ടോ. സാഗർ മഞ്ജു ഉടനെ വരാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാ മഞ്ജു വന്ന് തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നോളൂ. ശരി കണ്ണേട്ടാ. ദേ, ഇനിയിപ്പോ ഡോറിനരികിൽ കാതും കൂർപ്പിച്ച് ആരെങ്കിലും നിൽപ്പുണ്ടാവും അകത്തെ സംസാരം കേൾക്കാൻ. ഞാൻ വിളിച്ചോളാം. കുഴപ്പമൊന്നുമില്ലല്ലോ മഹി? ഭാഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല. അവനൊരു കുറുക്കനാ ഉണ്ണി. എല്ലാം മനസ്സിലാക്കിയിട്ട് പതുങ്ങി നടക്കും. അതേപ്പറ്റിയൊക്കെ കണ്ണേട്ടൻ അറിയാം. കണ്ണേട്ടൻ നടന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഇതുപോലുള്ള അബദ്ധങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതലാ. അതേപ്പറ്റി ഓർത്ത് ടെൻഷനൊന്നും വേണ്ട. പിടിക്കപ്പെടുന്നെങ്കിൽ പിടിക്കപ്പെടട്ടെ, അതിനെന്താ കുഴപ്പം? ഇപ്പൊ മഹിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ കണ്ണേട്ടനാണെന്ന് എല്ലാവരും അറിഞ്ഞില്ലേ? അതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതെനിക്കറിയാം ലേഖേ. പക്ഷെ പരമാവധി മറച്ചുവെച്ച കാര്യങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നാ ഞാനും കണ്ണേട്ടനും കരുതുന്നേ. കണ്ണേട്ടൻ നടന്ന കാര്യം മറ്റുള്ളവരറിയുന്നത് മഹി ഒരു പ്രശ്നമാക്കണ്ട. എന്നാൽ ഇപ്പൊ ഭയക്കേണ്ടത് അന്ന് നടന്ന ആക്സിഡന്റ് തന്നെയാ. കണ്ണേട്ടൻ ഒരിക്കലും അതേപ്പറ്റി അറിയാൻ പാടില്ല. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാ
ആ നേരത്തെ കണ്ണേട്ടൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാൻ പറ്റില്ല. എത്രയോ നാൾ മുമ്പ് നടന്ന സംഭവ. പക്ഷെ ആ സംഭവത്തിന് മഹി സാക്ഷിയാ. അത് കണ്ണേട്ടന് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല. 7 മാസത്തെ ചടങ്ങ് നടക്കാൻ പോകുമ്പോഴും എന്റെ പേടി അതാ മഹി. അങ്ങോട്ടെങ്ങാനും കരുണയുടെ അച്ഛൻ കയറി വന്നാ ആ ചടങ്ങ് പോലും അലങ്കോലായി പോവും. അതേപ്പറ്റി അയാളുടെ അമ്മയ്ക്കൊരു ബോധമുണ്ടല്ലോ. അതുകൊണ്ട് അയാളെ എന്തായാലും അങ്ങോട്ടേക്ക് പറഞ്ഞു വിടില്ല. ഇനി അയാള് കണ്ണേട്ടനെ ഫോണിൽ വിളിച്ചാലോ? അയാളതിന് ശ്രമിച്ചോണ്ടിരിക്കുവല്ലേ? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഞങ്ങളൊക്കെ ആയിട്ട് മഹി അടുത്ത ശേഷം ഞങ്ങളോടെങ്കിലും ഈ സത്യം പറയേണ്ടതായിരുന്നു. അങ്ങനെയെങ്കിൽ എങ്ങനെയെങ്കിലും കണ്ണേട്ടനെ ഈ വിവരം അറിയിക്കായിരുന്നു. ഇതിപ്പോ ഒരുപാട് വൈകിപ്പോയി. നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചു നിന്ന് കണ്ണേട്ടനെ ചതിച്ചെന്നെ കണ്ണേട്ടൻ ചിന്തിക്കൂ. അതുകൊണ്ട് പരമാവധി ആ സത്യം ഇനി മൂടി വെക്കുന്നത് നല്ലത്.